നിങ്ങളുടെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളോട് നിങ്ങളെപ്പറ്റി എന്തായിരിക്കും പറയേണ്ടാവുക? പ്രൊവൈഡഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സിന് നിങ്ങളെപ്പറ്റി അറിയാമെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. എന്തായിരിക്കും പറയുന്നുണ്ടാവുക നമുക്ക് നോക്കാം. 4 of Wands, Star, Devil, 2 of Wands, 8 of Wands, Ace of Wands, 9 of Pentacles, Hierophant, 10 of Cups, 2 of Pentacles, bottom of the deck. Okay. 4 of Wands, Star, Devil, 2 of Wands, 8 of Wands, Ace of Wands, 10 of Cups, Hierophant, bottom of the deck, 2 of Pentacles. Okay. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് പറയേണ്ടാവുക, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ സാന്നിധ്യമാണ്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ അവരൊരു സെലിബ്രിറ്റിയെ കാണും പോലെയാണ് കാണുന്നത്, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അതുമാത്രമല്ല, നിങ്ങളിൽ നിന്നും ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊപ്പോസൽ തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു വിവാഹാലോചന അവർ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് തോന്നുന്നു എന്ന് അവർ പറയുകയാണ് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ സ്വയം പര്യാപ്തത, അതെല്ലാം കണ്ട് അവർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇടയിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ട്. നിങ്ങളിൽ ഒരാളോ 2 പേരുമോ തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഈ ഡിഫറൻസസ് എല്ലാം തന്നെ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്നും അവർ പറയുന്നുണ്ടായിരിക്കും. 2 ഓഫ് വാൻഡ്സ് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ്. ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ സംശയിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഓൾറെഡി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണ്, ഒന്നുകിൽ അവർ സംശയിച്ച് നിൽക്കുകയാണ്, കാരണം അവിടെ ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായും അതിന് സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു തടസ്സം അവിടെ ഉണ്ട് എന്നവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു ജഗ്ലിംഗ് സ്റ്റേജാണ്. ജഗ്ലിംഗ് സ്റ്റേജ് ഒരു ബാലൻസിലേക്ക് എത്തിക്കണം എന്നവർ വിചാരിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. ഒന്നുകിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ന്യൂ പ്രപ്പോസലാണ്. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊരു കല്യാണാലോചനയാണ്. അതിനെപ്പറ്റി അവർ പറയുന്നതായിട്ടാണ് കാണുന്നത്.